മലപ്പുറം വണ്ടൂരിൽ സ്ത്രീയെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. സഹോദരങ്ങളടക്കം ഒരു കുടുംബത്തിലെ 3 പേരാണ് പിടിയിലായത്. വണ്ടൂർ അമ്പലപ്പടി സ്വദേശി നിതിൻ, സഹോദരൻ നിഖിൽ, ഇവരുടെ സഹോദരി ഭർത്താവ് ജിജേഷ് എന്നിവരാണ് പിടിയിലായത്. സ്ത്രീയെ ആക്രമിച്ച് ആഭരണം കവർന്നെന്ന കേസിലാണ് ഒരു കുടുംബത്തിലെ തന്നെ 3 പേർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ജംഷീർ പൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവം? 22-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന കെ ചന്ദ്രമതി എന്നിവരുടെ ആഭരണമാണ് ഈ മോഷ്ടാക്കളത് വീട്ടിൽ മുഖംമൂടി ധരിച്ച് വീട്ടിൽ അതിക്രമിച്ച് കയറി കട്ടർ ഉപയോഗിച്ച് ഇവരുടെ കയ്യിലെ 2 പവന് വരുന്ന 2 വളകൾ മുറിച്ചെടുത്ത് പോയ സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ സഹോദരങ്ങളടക്കം ബന്ധുക്കളായ 3 പേർ പിടിയിലായിരിക്കുന്നത്. വണ്ടൂർ അമ്പലപ്പടി സ്വദേശി നിധിൻ, സഹോദരൻ നിഖിൽ, ഇവരുടെ സഹോദരി ഭർത്താവ് ജിജേഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇതിജേഷ് ആണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് കൃത്യമായ സൂചന ഉണ്ടായിരുന്നു. കാരണം ഈ മോഷണത്തിന് വന്ന സംഘം, മുഖംമൂടി ധരിച്ച് വന്ന സംഘം മലയാളത്തിൽ വേഗം മുറിച്ചെടുക്ക് എന്ന് മലയാളത്തിൽ പറഞ്ഞിരുന്നു. ഒന്ന്, രണ്ടാമത് ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിൽ വളയുണ്ടെന്നും അറിയുന്ന ഒരാളായിരുന്നു. മറ്റൊന്ന്, പ്രധാന വഴി, അതായത് വീടിന്റെ മുൻവശത്തെ വഴിയിലൂടെയല്ല ഇവർ വന്നത്, പിറകിലുള്ള ഒരു പാടം വഴി, പിറകിലുള്ള അടുക്കള ഭാഗത്തേക്കുള്ള വഴി. അപ്പൊ ഈ വഴിയെല്ലാം അറിയുന്ന, ഇവർ തനിച്ചാണെന്ന് താമസിക്കുന്ന, കൃത്യമായ വിവരങ്ങൾ അറിയുന്ന ആളുകളാണ് ഇതിന് പിന്നിലെന്ന് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ബന്ധുക്കളെയും ഈ അയൽവാസികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ സഹോദരങ്ങളും അവരുടെ ബന്ധുവും സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെ സംഭവ സ്ഥലത്ത് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഈ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ധന്യ. ശരി.